ഹായ്, നമസ്കാരം. നമ്മൾ ഈയിടെയാണല്ലോ കഴിഞ്ഞ മാസം നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയത്. ഞാൻ കാണിച്ചില്ല, 2-3 വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഷോർട്സൊക്കെ, വോക്കിങ്ങിൻ്റെ ഒക്കെ. അപ്പം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മറ്റേ ഫ്ലാറ്റിൽ വെച്ച് എനിക്ക് മണി പ്ലാന്റ് മാത്രമേ ഉള്ളായിരുന്നു. ഒരുപാട് ആഗ്രഹമായിരുന്നു, പ്ലാന്റ്സ് വേണം, ചെടികൾ വേണം, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആ ആഗ്രഹങ്ങളൊക്കെ ഈ എന്താ പറഞ്ഞേ, എപ്പോഴെങ്കിലും നമ്മൾ കുറേ ആഗ്രഹിക്കുമ്പോൾ സാധിക്കും എന്നൊക്കെ പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ ഇന്നലെ മോൻ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഓൾറെഡി അവൻ കുറച്ച് ഈ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു സൽമാൻ നേഴ്സറീസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഗാർഡൻസ് അവിടേക്ക് കൊണ്ടുപോയേ. ഇത് ലഹങ്കയ്ക്ക് അടുത്താണ്. അപ്പോൾ ബെല്ലാഹള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ ശോഭ ഡ്രീം ഗാർഡൻസ്, അപ്പോൾ അവിടേക്ക് വേണ്ടിയാണ് അവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഈ സൽമാൻ ഗാർഡൻസിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോഴ്സും ഉണ്ട്, അതുപോലെ ഔട്ട്ഡോഴ്സും ഉണ്ട്. കുറേ ഇപ്പം ലൈക്ക് ബൊഗെയിൻവില്ലയൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെള്ളം വേണം. പിന്നെ കുറേ ഇതുപോലെ തന്നെ ചട്ടികളുണ്ടായിരുന്നു, വാസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ അതിൽ കൂടെ നടന്ന് അവിടെ ഒരു പൂച്ചക്കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു മോൻ. അപ്പോൾ ഇടയ്ക്ക് ഇതെല്ലാം കണ്ട് നടന്ന് അപ്പം എൻ്റെ കയ്യിൽ തുളസിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം തുളസി എടുത്തു. പിന്നെ നാട്ടിലെ ചെത്തിയും എല്ലാം ഉണ്ട്, ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു. ചെമ്പരത്തി അത്ര വലുതായിട്ട് കണ്ടില്ല ഞാൻ. പിന്നെ കറിവേപ്പ്, ലെമൺ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഡെയിലി കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലെ ഇനിയൊരു ബാൽക്കണിയും കൂടെ ഉണ്ട്. ഒരു ബാൽക്കണിയിൽ തുണി വിരിക്കുക, അങ്ങനെയുള്ള വാഷിംഗ് മെഷീനും ഒക്കെ. അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ബാൽക്കണിയിൽ നമുക്ക് വെക്കാം. അങ്ങനെ എല്ലാം കുറേയൊക്കെ സെലക്ട് ചെയ്തു. അത് അവിടുത്തെ പയ്യനാണ് വർക്ക് ചെയ്യുന്നത്, UP-ക്കാരവർ. അപ്പോൾ സന്ധ്യ ആയായിരുന്നു, ഒരു 7 മണി. അപ്പോൾ നമ്മൾ ചായ ടൈംസിലും കൂടെ കയറിയിട്ട് പോകാനായിരുന്നു. അപ്പം ഞങ്ങൾ ചായ ടൈംസ് പോകാതെ തന്നെ ഇവിടെ എല്ലാം കണ്ടു. കണ്ടോ, അതായത് ആന്തൂറിയംസ്, അതായത് നോൺ ഫ്ലവറിങ്ങും ഉണ്ടായിരുന്നു, ഫേൺസ്, അങ്ങനെ സോ മച്ച് ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ആർ ദെയർ. സോ അതിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു സന്ധ്യയായി. മഴ വരുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും മഴ പെയ്തൊന്നുമില്ല കേട്ടോ. ഒരു റോഡിൻ്റെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് അങ്ങനെ കണ്ടോ. അവരുടെ കൂടെയുള്ള ഒരു പയ്യൻ്റെ കുഞ്ഞൊക്കെയാണ് ഇതാക്കും, പൂച്ചക്കുഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. അത് കഴിഞ്ഞ് കുറേയും കൂടെ എടുത്ത് ഇത് കഴിഞ്ഞ ഉടനെ അവർ ഇതെല്ലാം മാറ്റിയിട്ട്, ഈ കവറെല്ലാം മാറ്റിയിട്ട് കണ്ടോ, മണ്ണ് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ മാനുവർ, അതിൻ്റെ ഓർഗാനിക് മാനുവറും കൂടെ, അതായത് ഈ വളം ഓർഗാനിക്കായിട്ടുള്ള അതും കൂടെ നമുക്ക് തരും. നന്നായിട്ട് അവർ ഫില്ല് ചെയ്ത് വെക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ഓക്കെ മാം, ലിങ്ക് അറ്റാച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രീ ആയിട്ടൊരു പ്ലാന്റ് തന്നേക്കുന്നത്, ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പ്ലാന്റ് എടുത്ത് തന്നു. ചിലതിനൊക്കെ 250-350 അങ്ങനെ ആ റേഞ്ചിൽ പോകും. ചിലതൊക്കെ 100 രൂപയുള്ളൂ. ചട്ടികൾ അതുപോലെ തന്നെ 50, 100, 150 വലിയത് ഉണ്ടായിരുന്നു, ഒരു സെറാമിക്. അതിൻ്റെ വില എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇതാണ് ചെടികൾ. ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഈവനിങ് ആകുമ്പോൾ ഫോൾഡ് ചെയ്യും, ലീവ്സ് ഫോൾഡ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഈവനിങ് ആകുമ്പോഴേ ഇപ്പോൾ ഈ ഒരെണ്ണം ഫോൾഡ് ആയിട്ട് നിൽക്കുക, ഒരെണ്ണം ഫോൾഡ് ആയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് വലിയൊരു പ്ലാന്റ്. അതിൻ്റെ ചട്ടി നമ്മൾ നല്ലൊരു സ്ട്രോങ് സെറാമിക് വാങ്ങിച്ചു. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാന്റ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചാണ്. ഇതിനകത്തിരിക്കുന്നത് എല്ലാം ആദ്യം ഇങ്ങോട്ട് മാറിയപ്പോഴേ വാങ്ങിച്ചത്. നമുക്ക് ഉണ്ടായിരുന്നതാണ് മണി പ്ലാന്റ്സ് ഒക്കെ. ഇരിക്കുന്ന 2 ആർട്ടിഫിഷ്യൽ ഉണ്ട് കേട്ടോ. ഇത് മണി പ്ലാന്റ്സ്, ഇത് ഞങ്ങളുടെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളേ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഈ ഫോൾഡ് ചെയ്യും, ഈവനിങ് ആകുമ്പോൾ ഫോൾഡ് ആകുന്നത്. ഇത് ആന്തൂറിയം. ഇപ്പോൾ ഫോൾഡായിട്ട് നിൽക്കും അത്. അപ്പോൾ ഇത് അത് നമ്മൾ ടേബിളിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കിച്ചണിലും ഉണ്ട് മണി പ്ലാന്റ്, മോൻ്റെ റൂമിലും. ഇതാണ് ആ പ്ലാന്റ്സ് ഒക്കെ. ഇപ്പോൾ കാറ്റ് വന്ന് ഇങ്ങനെ ഇത് ആടുക. അതാണൊരു എന്നാ ചെയ്യും. ഇനി അവിടെ കുറച്ചെങ്കിലും മറയ്ക്കണമെന്ന് തോന്നുന്നു, എന്തെങ്കിലും സ്ക്രീൻ പോലെ, ലൈക്ക് ഇത് പ്ലൈവുഡ് കൊണ്ടോ വല്ലോ. അപ്പോൾ പക്ഷേ എങ്ങനെ അതിൻ്റെ ബ്യൂട്ടി അങ്ങ് പോകും അങ്ങനെ മറയ്ക്കുമ്പോൾ. പക്ഷെ എന്നാലും മറിച്ചേ വരുള്ളൂ. ചിലതിനൊക്കെ ഉണ്ടല്ലോ കുറച്ച് മതി വെള്ളം. രാവിലെ വെള്ളം ഒഴിക്കണം. അലുവീര ആദ്യം എടുത്ത് ഞാൻ തുളസിയായിരുന്നു. നമ്മൾ ഈ മാരിഗോൾഡ് ഇല്ലേ, മാരിഗോൾഡ്, ജമന്തി ബന്തി അല്ലേ, അത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അലുവീര എനിക്ക് വേണം. എന്താ ഈ എണ്ണയൊക്കെ ഞാൻ കാച്ചുന്നതിൽ കണ്ടില്ലേ, ലെമൺ ആവുന്നത്, അത് അവനെടുത്ത കേട്ടോ മോന്.
2-3 ലെമൺ അതിലുണ്ട്. പിന്നെ കറിവേപ്പ് വേണോന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അത് എടുത്തില്ലേ. പിന്നെ ബൊഗെയിൻവില്ലയ്ക്ക് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് കണ്ടോ മുല്ല. മുല്ലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ടൈപ്പ് ഓഫ് മുല്ലയാണത്. സോ അത് വെള്ളപ്പൂവുണ്ടാകും. സോ ഇതാണ് നമ്മൾ വാങ്ങിയ പ്ലാന്റ്സ്.